റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോവിഡ് കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത് ഗുരുതര ക്രമക്കേട്. 2019-2020 കാലത്തെ ഇടപാടിൽ 46 ലക്ഷം രൂപയാണ് കാണാതായത്. കരാറുകാർക്ക് നൽകിയ തുകയിൽ നിന്ന് നികുതി വെട്ടിച്ചു. ലാബുകളിൽ നിന്നുള്ള വരുമാനം ബാങ്കിൽ അടച്ചില്ല. ലെഡ്ജറിൽ ക്രമക്കേട് വരുത്തിയും പണം കവർന്നു. ആരോഗ്യമന്ത്രി നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് വിശദമായ അന്വേഷണം നടത്തും. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രതീഷ്, കോവിഡ് സമയമാണ് ഈ കാര്യങ്ങൾ, അതായത് പരിഹാരം കാണുക, ചികിത്സാ സംവിധാനം, ആരോഗ്യ മേഖല, ആശുപത്രികൾ സുഗമമായി മുന്നോട്ട് പോവുക എന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധയൂന്നിയ സമയത്ത് അതിന്റെ മറവിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി 46 ലക്ഷം രൂപയുടെ അട്ടിമറിയുണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മധു, കോവിഡ് കാലത്ത് 2019-2020 അടിമുടി ക്രമക്കേട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്. ആശുപത്രി വികസന സൊസൈറ്റിയുടെ ഇടപാടുകളിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത്. 46 ലക്ഷം രൂപയാണ് ബാങ്കിൽ അടയ്ക്കാതെ അത് മോഷ്ടിച്ചത് എന്നതാണ് നിലവിൽ ഓഡിറ്റ് വകുപ്പിന് കിട്ടിയിരിക്കുന്ന വിവരം. ഈ 46 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് കണ്ടെത്തിയതോടെയാണ് ആരോഗ്യ വകുപ്പിന് സംശയം തോന്നുകയും അത് പരാതിയായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിനാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പരാതി നൽകിയിരിക്കുന്നത്. ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷണം നടത്തണം എന്നതാണ് പ്രധാനമായും ആരോഗ്യ വകുപ്പ് ആവശ്യപ്പെടുന്ന കാര്യം. ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകും. പോലീസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. പ്രധാനമായും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ലാബുകളിലെ പണം ബാങ്കിൽ അടച്ചില്ല. പ്രത്യേകിച്ച് MRI, CT സ്കാൻ ലാബുകളിലെ ഈ പണമാണ് ബാങ്കിൽ അടയ്ക്കാതെ ആ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ലെഡ്ജർ ബുക്കിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഈ 46 ലക്ഷം രൂപ കൃത്യമായി ലെഡ്ജർ ബുക്കിൽ രേഖപ്പെടുത്തി. പക്ഷേ ആ പണം ബാങ്കിൽ അടയ്ക്കാതെ കവരുകയായിരുന്നു എന്നതാണ് പ്രധാനമായും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. ഈ കരാർ ജീവനക്കാർക്ക് ശമ്പളം അനുവദിച്ചതിലുൾപ്പെടെ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ക്രമക്കേട് വളരെ വ്യാപ്തിയുള്ളതാണെന്ന് ആരോഗ്യവകുപ്പിന് മനസ്സിലായത്. നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയ പരാതിയെ വളരെ ഗൌരവത്തോടു കൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കാണുന്നത്. ഒരുപക്ഷെ വിജിലൻസ് അന്വേഷണത്തിനായിരിക്കും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകുക. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധു, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.